ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കൊല്ലം ശക്തികുളങ്ങര സ്വദേശി ബ്രദർ ജെയിംസ് ഫെർണാണ്ടസിനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതവും ശുശ്രൂഷകളും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് ജംഷേട്ടനും കുടുംബത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം. ജംഷേട്ടന്റെ ബാല്യകാലം ഒന്ന് ഓർത്ത് പറയാമോ? മാതാപിതാക്കൾ, 3 സഹോദരിമാർ, ഞാൻ ഏക മകനാണ്. ഞങ്ങളിതൊരു മത്സ്യത്തൊഴിലാളി ഗ്രാമമാണ്. ആ വിധത്തിലാണ് ഞങ്ങളെല്ലാവരും ജീവിച്ചു വന്നത്, മാതാപിതാക്കളൊക്കെ ആയിട്ട്. എങ്കിലും മാതാപിതാക്കളൊക്കെ ദൈവഭക്തിയിൽ ജീവിച്ചിരുന്നവരാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് എൻ്റെ മാതാപിതാക്കളെ ഇവിടെ പറയുന്നത് വരെ അവർക്ക് നടന്നു നിൽക്കാവുന്ന കാലഘട്ടം മുഴുവൻ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നവരായിരുന്നു. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന റെഗുലറായിട്ടുണ്ടായിരുന്നതായിരുന്നു. ബാല്യം സാധാരണ നമ്മൾ ഇവിടുത്തെ ശക്തികുളങ്ങര സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഇവിടെ ആണ് നമ്മൾ പഠനം. അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസത്തിന് ഞാൻ PKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിച്ചത്. നമുക്കിതൊരു മത്സ്യത്തൊഴിലാളി ഗ്രാമമായിരുന്നെങ്കിലും ഞങ്ങളുടെ ഗ്രാമത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളുടെ പൂർവികരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ളവരെല്ലാവരും നല്ല സേവന മനസ്ഥിതിയുള്ളവരായിരുന്നു. പിന്നെ സമ്പത്തുകൾ സ്വരൂപിക്കണമെന്ന ആഗ്രഹമുള്ളവരായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിലൊന്നും സമ്പത്തുകൾ കൂടുതലായിട്ട് അവർ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്നവരല്ല. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ വീടുകളിലൊക്കെ ഒരു ഭദ്രത ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾക്കൊക്കെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വളർന്നു വന്നതാണ്. വലിയ അല്ലലും ഒന്നുമില്ലാതെ, വലിയ ബുദ്ധിമുട്ടൊന്നും അറിയാതെയൊക്കെ തന്നെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ മാതാപിതാക്കൾ നന്നായിട്ടൊക്കെ അധ്വാനിച്ച് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നതാണ്. നമുക്ക് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലൂടെ ഒന്നുമല്ല. നമ്മൾ മാന്യമായ വിധത്തിൽ തന്നെയാണ് മാതാപിതാക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത്. അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എപ്പോഴും അതിനെക്കുറിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാനുള്ള ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ബാല്യമൊക്കെ വിദ്യാഭ്യാസ കാലമൊക്കെ കടന്നു വന്നത്. നവീകരണത്തിലേക്ക് കടന്നു വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഞാൻ നവീകരണത്തിലേക്ക് കടന്നു വന്നത് 1991. ഞാൻ ഓർക്കുന്നു, അന്ന് IMS-ൽ, ആലപ്പുഴയുള്ള IMS ധ്യാനഭവനത്തിൽ, ഇവിടുന്ന് അന്ന് ഞാൻ ഇവിടുത്തെ പ്രയർ ഗ്രൂപ്പിലൊന്നും ഇല്ല. എൻ്റെ ഭാര്യയും അതേയിരിക്കുന്ന സഹോദരിമാരൊക്കെ ഉണ്ട്, അവർ കുറേ പേരുണ്ട്. അവരെല്ലാവരും കൂടി IMS-ലേക്ക് ഒരു മിനി ബസ്സിലേക്ക് ഒരു ധ്യാനത്തിന് പോകുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല. എന്നെ വിളിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അതിനോട് സമ്മതം മൂളി പോയി. അവിടെ പോയി ധ്യാനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ധ്യാനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് മടങ്ങി വീട്ടിൽ വന്നു. എനിക്ക് വളരെ പ്രകടമായിട്ട് ഇങ്ങനെ ആ ഒരു വചനം എന്നെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ എന്നെ സ്വാധീനിച്ചു, അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ പഴയ ജീവിത രീതിയിലേക്ക് പോയില്ല, പഴയ ജീവിത രീതിയിൽ സംസാരിച്ചില്ല, പഴയ സുഹൃത്തുക്കളുടെ ഇടയിലോട്ട് പോയി ഇടപഴകാൻ പോയില്ല. അപ്പോൾ എനിക്ക് ദൈവവചനത്തോട് ഒരു ദാഹം തോന്നി. ഞാൻ ജെറമ്യാ പറഞ്ഞതുപോലെ അവിടുത്തെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ ഭക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഏതാണ്ട് ഒരു 72 മണിക്കൂർ ഇന്നും എനിക്ക് 72 മണിക്കൂർ റെസ്റ്റ്ലെസ് ആയിട്ട് ഉറങ്ങാതെ ഇരുന്ന് എനിക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പ്രിപ്പയർ ചെയ്യാനും പറ്റും. അന്നും ഞാൻ ദിനരാത്രങ്ങൾ വിശ്രമമില്ലാതെ, ഉറക്കമില്ലാതെ, ഭക്ഷണം കാര്യമായിട്ട് കഴിക്കാതെ ദൈവവചനം വായിച്ചു എന്നുള്ളതല്ല, ഭക്ഷിച്ചു എന്ന് പറയുന്നതായിരിക്കും ഭംഗി. എനിക്ക് ഭയങ്കര ആർത്തിയായിരുന്നു അതോട്. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നത്. അതിനടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ആലപ്പുഴ IMS-ലെ ഡയറക്ടറായിരുന്ന പ്രശാന്ത് അച്ഛൻ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നു. ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നത്, അടുത്തൊരു സ്ഥലത്താണ്. അവിടെ വന്ന് അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ധ്യാനമന്ദിരത്തിലേക്ക് കൊണ്ടുപോയായിരുന്നു. അതെ, ആ കാലഘട്ടത്തിലാണ് ഞാൻ കടന്നു വന്നത്. നവീകരണത്തിൽ വന്നിട്ട് വളരെ പെട്ടെന്ന് സുവിശേഷ പ്രഘോഷണത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ജംഷേട്ടൻ. ആ വളർച്ചയുടെ വഴികള്, ആ ആത്മീയ ജീവിതം ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഏതാണ്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലുള്ളവർക്ക് അത് എത്രത്തോളം ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പറയുകയാണെങ്കിൽ, ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തു. ഒരു 3-4 മാസത്തിനോ
ഞാൻ ധ്യാനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു. അച്ഛൻ എന്നെ അതിലേക്ക് കൊണ്ടുപോയി. ഐമസിൽ പ്രശാന്ത് അച്ഛൻ എന്നെ അതിലേക്ക് കൊണ്ടുപോയി. അതിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദൈവവചനത്തോട് ഞാൻ പറഞ്ഞില്ല, ഒരു ഒടുങ്ങാത്തൊരു ദാഹം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ തന്നെ എനിക്ക് ചർച്ചിൻ്റെ ടീച്ചിങ്സൊക്കെ പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ KST ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചപ്പോൾ നമുക്ക് കറക്റ്റ് ഫോർമേഷൻ കിട്ടി, അടിസ്ഥാനം കറക്റ്റായിട്ട് കിട്ടി. KST ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചു. നമ്മുടെ തങ്കച്ചാൻ, നമ്മുടെ കോൺസ്റ്റന്റൈൻ സാറ്, ഇവരൊക്കെ നമ്മളെ ആ വിധത്തിലേക്ക് ഗൈഡ് ചെയ്തു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരെ പോയി കാണുമായിരുന്നു, അവിടെ പോയി കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിൽ തന്നെ വളർന്നു പോകാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോർമേഷൻ കറക്റ്റ് ആയതുകൊണ്ട് അതിൽ ആഴപ്പെട്ട് വളർന്നു പോയി. പക്ഷെ നമ്മളിപ്പോഴും നമ്മൾ ജസ്റ്റ് ഈശോനെ ജീസസിനെ ഒന്ന് മീറ്റ് ചെയ്തു എന്നുള്ളതല്ല, പക്ഷെ നമുക്കൊരു എൻകൗണ്ടർ, എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി എന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ഒരു എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കർത്താവിൻ്റെ കാര്യത്തിൽ, കർത്താവിനെ അനുഗമിക്കുന്ന കാര്യത്തിലോ കർത്താവിനെ അനുസരിക്കുന്ന കാര്യത്തിലോ നമുക്ക് കോംപ്രമൈസ് ഇല്ല. അത് 100% അനുസരിക്കുക, 100% ഫോളോ ചെയ്യുക. അതുപോലെ ശുശ്രൂഷയുടെ കാര്യത്തിലും നമുക്ക് കോംപ്രമൈസ് ഇല്ല. ആ വിധത്തിൽ അത് നമുക്ക് നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിലുള്ള എല്ലാ വൈദികർക്കും, നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്കും, നമ്മുടെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും വളരെ വ്യക്തമായ ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കാര്യം പറയുന്നതിൽ നമുക്ക് കോംപ്രമൈസ് ഇല്ല, കർത്താവിനെ അനുസരിക്കുന്നതിൽ കോംപ്രമൈസ് ഇല്ല, കർത്താവിനെ സ്നേഹിക്കുന്നതിൽ കോംപ്രമൈസ് ഇല്ല. കാരണം മീൻസ് നമുക്ക് ആ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. എൻകൗണ്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ വേദനിപ്പിക്കണമെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ്. അത് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള മേഖലകളിലൂടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അനുഗ്രഹപ്രദം എന്ന് പറഞ്ഞാൽ എനിക്ക് 2018 ഈ വിൻസെൻഷ്യൻ സഭയുടെ സെൻറ്റ് ജോസഫ്സ് പ്രോവിൻസിൻ്റെ പനിച്ചിക്കലച്ചൻ, മുണ്ടക്കാട്ടച്ഛൻ, ഇവരൊക്കെയുള്ള ആ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുക. 72 അച്ഛന്മാരുണ്ടായിരുന്നു. അത് ബൈബിൾ കോളേജിലെ അവിടുത്തെ പ്രിൻസിപ്പൽ, പ്രസൻറ്റ് പ്രിൻസിപ്പൽ, ഫോമർ പ്രിൻസിപ്പൽ, സഭയുടെ ജനറൽ, ഫോർമർ ജനറൽ, അവർ 72 ധ്യാനഗുരുക്കന്മാരല്ലേ. വിൻസെൻഷ്യൻ സഭയുടെ സെൻറ്റ് ജോസഫ് പ്രോവിൻസ് നമുക്ക് പരിത്രാണയിൽ വെച്ചായിരുന്നു, അടിച്ചറ വെച്ചായിരുന്നു. പ്രശാന്ത് അച്ഛനും ഞാനുമായിട്ടായിരുന്നു. പക്ഷേ ധ്യാനം ഫുള്ളായിട്ട് നടത്താൻ കർത്താവ് എനിക്കാണ് കൃപ. പക്ഷേ ആ 72 ലോക പ്രശസ്തരായ 72 ധ്യാനഗുരുക്കന്മാരെയൊക്കെ ഒരു അൽമായന് ധ്യാനിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും അൽമാർക്ക് അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ പ്രായത്തിലുള്ള. പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ വരുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും അങ്ങനെ ഞാൻ വിളിച്ച് ധ്യാനിപ്പിക്കുന്നത് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ്. അതുപോലെ തന്നെ 2006 ആണെന്ന് തോന്നുന്നു ഡിവൈൻ്റെ ടീമിനെ മുഴുവൻ ധ്യാനിപ്പിക്കാൻ ഞാൻ ഗുഡ് ന്യൂസിലെ കണ്ടത്തിപ്പറമ്പിലച്ഛൻ ഞാനോട്ടാണ്. അത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങളിൽ ആയിരുന്നു 3 ധ്യാനം. അത് 3 ഇംഗ്ലീഷ് സെഷനിൽ വെച്ചായിരുന്നു. അത് എല്ലാ ധ്യാനത്തിനും ഒരു 700-800 രൂപ വെച്ചുണ്ടാവും. ലാസ്റ്റ് ധ്യാനത്തിലാണ്, 3-ാമത്തെ മാർച്ചിലെ ധ്യാനത്തിലാണ് നായ്ക്കമ്പറമ്പിലച്ഛൻ വന്നിടത്ത് പങ്കെടുത്തത്. ഏറ്റവും മുമ്പിൽ വന്നിരിക്കുമായിരുന്നു, ഏറ്റവും മുമ്പിൽ. അപ്പോൾ അത് എനിക്കൊരു ഭയങ്കര അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വല്ലൂരിനച്ഛനൊക്കെ താമസിക്കുന്ന റൂമിൻ്റെ അങ്ങേപ്പുറത്തെ റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ ഈ ശ്രേഷ്ഠനായ നായ്ക്കപ്പറമ്പിലച്ഛനും വേറൊരു തൃശ്ശൂർക്കാരുടെ സഹോദരനായിട്ട് എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ 2 കസേരയിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് എന്നെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ എന്നെ പിടിച്ച് ഇങ്ങനെ ആലോചന ചെയ്ത് അതൊക്കെ പറയാൻ എനിക്ക് മറക്കാറ്. നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിനേക്കാൾ പരമാവധിയായിട്ടുള്ള ഒരു എന്താണ് ഓസ്കാർ അവാർഡ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞത്, അതിനേക്കാൾ വലിയ ഒരു അവാർഡാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടോട്ടലി നമ്മൾ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോഹന്നാൻ പറഞ്ഞതുപോലെ ഉള്ളിൽ അവൻ ഉണ്ടെന്നേ അത് പറയുന്നത്. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ആ രഹസ്യം ദൈവം ഇന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ രഹസ്യമാകട്ടെ വിജാതിരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ ദൈവം തീരുമാനിച്ചായി. ആ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഇവിടെ ഉണ്ട്. ആ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മളല്ലല്ലോ നമ്മളെ നയിക്കുക. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന ആളുകൾ അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിന്ദുവിന് അറിയാൻ പറ്റും ഒരു പക്ഷേ, അല്ലേ? അപ്പോൾ നമ്മൾ അനുഭവിച്ചു തന്നെ ആകണം അത്. ജിംസിയുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ IMSലെ ധ്യാനങ്ങളൊക്കെ അതുപോലെ തന്നെയൊക്കെ പോകുന്നുണ്ട്. പിന്നീട് ഞാനൊരു 10 വർഷത്തിൽ കൂടുതലായി എറണാകുളത്ത് മിസ്യ മിനിസ്ട്രി എന്ന് പറഞ്ഞ് നമുക്കൊരു മിനിസ്ട്രി ഉണ്ട്, അത് രൂപപ്പെടുത്തിയതാണ്. നമ്മൾ ജസ്യൂട്ട് അച്ഛനാണ് നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടർ. ഫാദർ വിൽസൺ മുളയ്ക്കൽ ജസ്യൂട്ട് അച്ഛനാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽസിൻ്റെ കൂട്ടായ്മയാണ്. അത് കൂടുതലും ഡോക്ടേഴ്സ്,
നമ്മുടെ ക്വിസാറ്റിലെ പ്രൊഫസർമാർ, ഒരു +2 അധ്യാപകർ, എയർപോർട്ടിലെ കുറേ ഉദ്യോഗസ്ഥർ, മിക്കവാറും എല്ലാവരും ഒക്കെ തന്നെ പ്രൊഫഷണൽസാണ്, വളരെ ക്വാളിഫൈഡ് ആണ്. അവരൊക്കെ പല ധ്യാന മന്ദിരങ്ങളിൽ വെച്ച് എൻ്റെ ധ്യാനങ്ങളിൽ പങ്കെടുത്ത് ഞാനുമായിട്ട് അങ്ങനെ ഒരു ബന്ധത്തിൽ നിന്നവരാണ്. പിന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുറേ നമ്മൾ IMSൽ ശുശ്രൂഷയുടെ സമയത്തുണ്ടായിരുന്ന കുറേ മെഡിക്കൽ സ്റ്റുഡൻസ്, അവരെല്ലാവരും ഇപ്പം വലിയ മിടുക്കന്മാരായ ഡോക്ടർമാരാണ്. അപ്പോൾ അവരും എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ CST ജനറലേറ്റിൽ അവിടുത്തെ അച്ഛന്മാർ നമുക്ക്, അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛനായിരുന്ന ഫാദർ ആൻ്റണി കണ്ണമ്പള്ളി, അത് അവർ നമുക്കൊരു ഹാള് തന്നു. ആ ഹാള് നമ്മൾ സൗണ്ട് പ്രൂഫാക്കി AC ആക്കി എടുത്തു. അവിടെ ധ്യാനങ്ങൾ തുടങ്ങി. അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേക്ക് മുമ്പുള്ള ഫ്രൈഡേ, സെക്കൻഡ് സാറ്റർഡേ, സൺഡേ ഒരു വീക്കെൻഡ് റിട്രീറ്റ്, പരിശുദ്ധാത്മാഭിഷേക ധ്യാനമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അനുഗ്രഹപ്രദമായിട്ട് പോകുന്നൊരു മിനിസ്ട്രിയാണ്. അതിനോടൊപ്പം നമുക്ക് അവിടെ നമ്മൾ കോവിഡ് സമയത്ത് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഒരു ഓൺലൈൻ മിനിസ്ട്രിയുടെ കാര്യം. അപ്പം നമ്മൾ കല്ലൂരിൽ ഒരു വീട് റെൻറ്റിനെടുത്തു. ഏതാണ്ട് 40,000 റുപ്പീസാണ് ഒരു മാസം റെൻറ്റ്. ആ വീട് റെൻറ്റിനെടുത്തു. അവിടെ നമ്മളൊരു ഓൺലൈൻ സ്റ്റുഡിയോ സെറ്റ് ചെയ്തു. എല്ലാ സൗകര്യങ്ങളോട് കൂടിയ സ്റ്റുഡിയോ സെറ്റ് ചെയ്തു. നമ്മുടെ കരിസ്മാറ്റിക്കിൻ്റെ ചെയർമാൻ നമ്മുടെ താമരവള്ളി അച്ഛനാണ് വന്നത്, വെഞ്ചരിക്കാൻ വന്നത്. അപ്പോൾ അവിടെ ആ സ്റ്റുഡിയോയിലായിരുന്നു ഈ ഗുഡ്നസ് ചാനലിൻ്റെയും ഷാലോം ചാനലിൻ്റെയൊക്കെ രാവിലെയുള്ള ലാറ്റിൻ കുർബാനകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലാണ്. അവിടെയാണ് അച്ഛന്മാർ വന്ന് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് അടുത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഓൺലൈൻ മീറ്റിങ്ങൊക്കെ നന്നായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ആ വീട് വിട്ടു. അപ്പോൾ നമുക്ക് എടപ്പള്ളി പള്ളിയുടെ ബാക്കിൽ നമ്മളൊരു പ്രയർ ഹൗസ് പുതിയതായിട്ട് എടുത്തു. അവിടെ ഫസ്റ്റ് ഫ്രൈഡേ, തേർഡ് ഫ്രൈഡേ ഒക്കെ അഖണ്ഡ ജോമാലയുണ്ട്. പിന്നെ ഞാൻ ഒരു സെക്കൻഡ് ലൈൻ, നമുക്ക് സക്സസേഴ്സിനെ വേണമല്ലോ, അവരെ എല്ലാവരും സുവിശേഷം അറിയിക്കുന്നവരാകുക, എല്ലാവരും സുവിശേഷം അറിയിക്കുന്നവരാകുക, അങ്ങനെ ഒരു വിഷനാണ് മിശ്യാ മിനിസ്ട്രിക്കുള്ളത്. അപ്പോഴത്തേക്കും അവരെല്ലാവരും ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ 27, 28, 29 കുട്ടികളുടെ ധ്യാനമായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തു, എല്ലാം ഫോമൊക്കെ കൊടുത്തു, ടൈം ടേബിൾ, വിഷയങ്ങൾ, അവിടെ വേണ്ട അച്ഛന്മാരെ, കൗൺസിലേഴ്സിനെ എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവർ തനിച്ച് ചെയ്യില്ല. പക്ഷെ ഞാൻ മനഃപൂർവ്വം മാറി, അവർ തനിച്ച് ചെയ്യട്ടെ, ഞാൻ ദിവസങ്ങളിൽ എടുത്തിട്ടുണ്ട്. വളരെ അനുഗ്രഹപ്രദമായിട്ട് അതൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിനെ നമ്മളിങ്ങനെ ഫോം ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, ഒരു സെക്കൻഡ് ലൈന്. അത് പെൺകുട്ടികളൊക്കെ ഉള്ളത് അത് അവരെയൊക്കെ കൊണ്ടൊക്കെയാണ് ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞിടയ്ക്ക് വീണ്ടും ഒരു വിഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു ഗ്രാമം ദത്തെടുക്കുക. ഞാനൊരു 6-7 മാസത്തിന് മുമ്പ് നമ്മുടെ ചണ്ഡീഗഡ് ബിഷപ്പ്, അന്നത്തെ ഇപ്പോൾ പുതിയ ബിഷപ്പ് വന്നു, ഇഗ്നേഷ്യസ് പിതാവ് ക്ഷണിച്ചു. ഞാൻ അവിടെ പോയിരുന്നു. പഞ്ചാബ് ചണ്ഡീഗഡിൽ പോയി. ഏതാണ്ട് ഒരു 20 ദിവസത്തോളം അവിടെ ഉണ്ട്. ബിഷപ്സ് ഹൗസിലായിരുന്നു താമസം. അപ്പോൾ അവിടെ മിഷൻ മേഖലകളിലൊക്കെ പോയി 1-2 ധ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ജലന്ധറിൽ CST അച്ഛന്മാരും വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയറായി, ആ ഒരു വിഷൻ കുറച്ചുകൂടെ ക്ലിയറായി. അപ്പോൾ ഒരു 2 മാസത്തും കഴിഞ്ഞതിന് ശേഷം UP പോകാനായിട്ടിരിക്കുകയാണ്. UP നമ്മൾ ഒരു ഗ്രാമം ഇങ്ങനെ ദത്തെടുക്കുക, അതിനെക്കുറിച്ച് IMSൻ്റെ നമ്മുടെ സുപ്പീരിയർ ജനറലുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കണം, അവർ മീറ്റിങ്ങിൽ വിളിച്ചിട്ടുണ്ട്. അത് അപ്പോൾ അങ്ങനെയുള്ള കുറേ വലിയ വലിയ ബൃഹത്തായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കർത്താവ് ഏൽപ്പിക്കുകയാണ്. കാരണം നമ്മുടെ കൂടെ ഉള്ളവർക്ക് അതിന് താല്പര്യമുണ്ട്. ഇവരെല്ലാവരും നല്ല പൊസിഷനിലുള്ളവരാണ്, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ ധ്യാന ദിവസങ്ങളൊക്കെ അവർ ലീവ് എടുത്ത് അവർ വിത്ത് ഫാമിലിയാണ് അവിടെ വന്നിട്ട് സെർവ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വലിയ വലിയ കാരണം കർത്താവിനെ പ്രതിയുള്ള ഒരു ദാഹം, കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ആത്മാവിന് വേണ്ടി കർത്താവ് എന്ത് വില കൊടുത്തു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ എൻ്റെ ചുറ്റും തകർന്നു പോകുന്ന ആത്മാക്കളെ പ്രതി ഞാൻ എത്രത്തോളം ശ്രദ്ധാലുവായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഈ ശുശ്രൂഷ, നമ്മൾ ഈ മിനിസ്ട്രി, നമ്മൾ പ്രീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ദൈവരാജ്യം, ഒരു ദർശനം ഉണ്ടാകണ്ടേ. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷൻ ഉണ്ടാകണം. ഒരു വിഷൻ ഇല്ലാത്ത ഒരാൾക്ക് ദൈവരാജ്യത്തിൽ നിൽക്കാൻ പറ്റത്തില്ല, ദൈവരാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാനും പറ്റത്തില്ല. നമുക്കൊരു വിഷൻ ഉണ്ടായിട്ട് ആ വിഷൻ നമ്മൾ ബൈബിളിൽ അധിഷ്ഠിതമായി, കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്ക് അധിഷ്ഠിതമായി അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴത്തേക്ക് നമ്മളിലൂടെ, നമ്മുടെ കൂടെ നിൽക്കുന്നവരിലൂടെ, നമ്മുടെ ശുശ്രൂഷയിൽ ഭാഗമാക്കാകുന്നവരിലൂടെ സഭാഗാത്രങ്ങൾ വളർന്ന് വിസ്തൃതമാകും. ശുശ്രൂഷകളിലൂടെ കടന്നു പോകുമ്പം അനേകം മനുഷ്യരിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണും. എന്നാൽ ജംഷീറിൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവത്തെ അനുഭവിച്ച ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാമോ? ഞാൻ വ്യക്തിപരമായി ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചറിഞ്ഞത്,
2006 ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മാസത്തിൽ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാൻ പറ്റുന്ന കാലഘട്ടമല്ല. അത്ര ഇങ്ങനെ ശുശ്രൂഷകളാണ്. അപ്പം അടുത്തടുത്ത് 2 ദിവസങ്ങളിൽ വീട്ടിലിരിക്കാൻ ഒരു അവസരം കിട്ടി, ഒരു 3 ദിവസം. അപ്പം ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ എനിക്ക് കർത്താവ് പ്രാർത്ഥന ഇടപെട്ടിട്ട് പറഞ്ഞു, നീ പോയി ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ പറഞ്ഞു. എനിക്കൊരു തലവേദന പോലും വരുന്ന ആളല്ല. ഞാൻ അത്ര കാര്യമാക്കില്ല, കർത്താവാണ് പറഞ്ഞതൊന്നും കാര്യമാക്കില്ല. 2ാമത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഈ മെസ്സേജ് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിലെന്തെങ്കിലും കാര്യമുണ്ടോ. 3ാമത്തെ ദിവസം ഇതിനു വേണ്ടിയല്ലല്ലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവിടോട്ട് പറഞ്ഞു, നീ എറണാകുളത്തുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് നടത്തണം. എനിക്കാണ് ഇവിടെ തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ലേക്ക് ഷോറിനേക്കാൾ നല്ല ഹോസ്പിറ്റലാണ്. ഇവിടുന്ന് അവിടെ പോകുന്ന പകുതി സമയം കൊണ്ട് തിരുവനന്തപുരത്ത് എത്താം. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പോൾ ഇതിലെന്തോ കാര്യമുണ്ട്, ഇത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഞാൻ സ്ഥിരീകരിച്ചു, ഇത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, അവിടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറഞ്ഞു. അവിടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവർ അപ്പോയിൻമെൻ്റ് എടുത്തു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഏർലി മോർണിംഗ് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങളൊരു ഏതാണ്ട് 3 മണിക്ക് ഇവിടുന്ന് ബസ്സിൽ അങ്ങോട്ട് യാത്രയായി. ഞങ്ങൾ അരൂരിൽ ചെന്നു, ഒരു ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ച് ലേക്ക് ഷോറിൽ ചെന്നു. അന്ന് മൊത്തം ഇങ്ങനെ പരിശോധനകളൊക്കെ നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ ആ റിപ്പോർട്ടൊക്കെ ആയിട്ടൊരു ഫിസിഷ്യനോട് അടുത്ത് ഞങ്ങളിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു ഇതിലൊരിത്തിരി പ്രശ്നമുണ്ടെന്നാണ്. അപ്പം വേറൊരു ഡോക്ടറെ കാണണം. അങ്ങനെ അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചിട്ട് സ്പീഡിൽ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ ആ ഡോക്ടർ പൊയ്ക്കുകയും അപ്പോൾ അടുത്ത ദിവസത്തേക്ക് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമ്മളവിടെ ക്യാമ്പ് ചെയ്തു. അടുത്ത ദിവസം ആ ഡോക്ടറെ കണ്ടു. അദ്ദേഹം ചില പരിശോധനകളൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, നമുക്കൊന്ന് ബയോപ്സി എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ അടുത്ത 4 ആഴ്ചയിലും ധ്യാനമാണ്. അപ്പോൾ 4 ആഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം കൊടുത്തു. ആ ദിവസം അവിടെ ചെന്നു. ഞാനും വൈഫും എൻ്റെ മകളുമായിട്ട് അവിടെ ചെന്നു. എന്നെ ജനറൽ അനസ്തേഷ്യ എടുത്തിട്ടാണ് ബയോപ്സി എടുത്തത്. ബയോപ്സി എടുത്തു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എൻ്റെ റിപ്പോർട്ട് വാങ്ങാൻ ചെന്നപ്പോൾ ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവും എൻ്റെ ശരീരത്തിൽ വന്നിട്ടില്ല. ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവും എനിക്ക് ശരീരത്തിൽ വന്നിട്ടില്ല. ഒരു വിഷമവും ശരീരത്തിലില്ല, ഒന്നുമില്ല. ക്യാൻസറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത വിശദമായിട്ടുള്ള പരിശോധനകളിലേക്ക് പോയി. ഫുൾ ബോഡി CT സ്കാൻ എടുത്തു, ബോൺ സ്കാൻ എടുത്തു. അന്ന് എറണാകുളത്തൊന്നും ബോൺ സ്കാൻ ഇല്ല. ലൂർദിനോട് ചേർന്നൊരു സെൻ്റർ അവിടെ മാത്രമേ ഉള്ളൂ. അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരീരത്തിൽ മറ്റങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സർജറി അങ്ങ് ഫിക്സ് ചെയ്തു. സർജറി ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ സൂയിസൈഡ് ചെയ്തൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ ജോർജ് പി എബ്രഹാം, ഏറ്റവും വലിയ കിഡ്നി ട്രാൻസ്പ്ലാന്റിങ് സർജൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ സർജറി ചെയ്തത്. എൻ്റെ സർജൻ അദ്ദേഹമാണ്. അദ്ദേഹം ഒരു യാക്കോബ ഒരു പ്രീസ്റ്റിൻ്റെ മകനാണ്. അദ്ദേഹം എന്നോട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദൈവവചനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇവിടെ വന്ന് പരിശോധിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. സാധാരണ നമ്മൾ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലാണ് ഡോക്ടറിനെ കാണാൻ പോകുന്നത്. എനിക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വന്ന് ഇവിടെ ഡോക്ടറെ കാണാൻ വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ, യേശു എന്നോട് പറഞ്ഞു ഡോക്ടറെ കാണാൻ. എനിക്ക് രോഗമുണ്ടെന്ന് എൻ്റെ ശരീരം എന്നോട് പറയുന്നതിന് മുമ്പേ, എൻ്റെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ വെളിപ്പെടുന്നതിന് മുമ്പേ എന്നേക്കാൾ കൂടുതൽ അല്ലെ മറ്റാരേക്കാൾ കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹപിതാവ് എന്നോട് പറഞ്ഞു, നീ പോ, നിനക്ക് പ്രശ്നമുണ്ട്, നീ ഇന്ന ഹോസ്പിറ്റലിൽ പോകണം, നീ ഇന്ന ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ആ സർജറിയൊക്കെ ചെയ്തു. വളരെ ബൃഹത്തായ ഒരു സർജറിയാണ് ചെയ്തത്. എൻ്റെ ദൈവത്തെ എനിക്ക് മഹത്വപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് വാക്കുകളില്ല. കാരണം ഈ 17 വർഷത്തിന് മുമ്പ് ഈ ഒരു സർജറി ചെയ്തിട്ട് ഒരു കീമോതെറാപ്പി, ഒരു റേഡിയേഷൻ പോകട്ടെ, നാളെ ഇതുവരെ 10 പൈസയുടെ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചിട്ടില്ല. ഇതിനപ്പുറത്ത് നമുക്ക് ദൈവം നമ്മൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഭയപ്പെടുന്ന അസുഖം, എല്ലാവരും ഭയപ്പെടുന്ന ഈ അസുഖമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാര്യയെ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെൻ്റെ മക്കൾ 2 പേരും ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവണം, അപ്പോൾ ഇങ്ങനെ ഒരു സർജറി ഉണ്ട് എന്ന് പറയും. അവൾ ചോദിച്ചു, എന്ത് സർജറിയാണ്? ഞാൻ പറയും, ക്യാൻസറാണ്. ഇവരാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണ എൻ്റെ ഭാര്യയോട് സാധാരണ വീട്ടമ്മയാണല്ലോ. അപ്പോൾ സാധാരണ വീട്ടമ്മമാരൊക്കെ ഒരു 17 വർഷത്തിന് മുമ്പ് ഭർത്താവിന് ക്യാൻസറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പെൺമക്കളുണ്ട്, അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടില്ല, ഇദ്ദേഹം സുവിശേഷം അറിയിക്കാൻ നടക്കുന്നു, അന്ന് ക്യാൻസർ എന്നൊക്കെ കേട്ടാൽ ഉടനെ പുള്ളി തീരും അങ്ങനെ. അപ്പോൾ അവർ സാധാരണ അസ്വസ്ഥരാണ്ടാണ്. എൻ്റെ ഭാര്യ പറഞ്ഞു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും എന്നെക്കാൾ ഉപരി കർത്താവിൽ ഉറപ്പുള്ള വ്യക്തിയാണ്.
ഒന്നും സംഭവിച്ചില്ലല്ലോ. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നമുക്കിപ്പോൾ ഇരിക്കാൻ കഴിയുന്നില്ലേ. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. ജിംഷേട്ടൻ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഭാര്യ മാർഗ്രറ്റ്, മൂത്ത മകള് ശീതൽ, മകളുടെ ഹസ്ബൻഡ് ബിബിൻ ജോസഫ്, മൂത്ത മകൾ ജെയ്സ്ലിൻ, ഇത് ജോസഫ്, ഇളയ മകൾ എവ്ലിൻ. രണ്ടാമതൊരു മകളുണ്ട്, മകളുടെ പേര് ശ്രുതി, മകളുടെ ഹസ്ബൻഡിൻ്റെ പേര് ഡെസ്മണ്ട് ജോൺ. 2 കുഞ്ഞുങ്ങളാണ്. മൂത്ത മകള് ഡൈലിൻ, ഇളയത് മകനാണ് ഡ്വൈൻ. അവർ UK കെൻഡിലാണ് ജോലി ചെയ്യുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് വളരെ അഭിഷേകത്തോടെ അനുഗ്രഹപ്രദമായിട്ട് മുമ്പോട്ട് കർത്താവിന് മുമ്പിൽ കണ്ട് ഇങ്ങനെ പ്രയാണം ചെയ്യുകയാണ്. ജെയിംസ് ശുശ്രൂഷകളുടെയൊക്കെ ഫലം അനുഭവിക്കുന്നത് ചേച്ചിയും മക്കളുമാണ്. കുടുംബത്തിൽ ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? ദൈവം ഈ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചതിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നതിൽ ഒത്തിരി സന്തോഷം എനിക്കുണ്ടായി. അതിലൂടെ തന്നെ കർത്താവിൻ്റെ കൃപയാലെ എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചു. എൻ്റെ മക്കൾക്ക് നല്ല ജീവിത പങ്കാളികളെ കിട്ടി 2 പേർക്കും. അവർക്ക് നല്ലൊരു തൊഴിൽ കിട്ടി 2 പേർക്കും. എണ്ണിയാൽ തീരാത്ത അത്രയധികം അനുഗ്രഹം ദൈവം നമുക്ക് തന്നു. പിന്നെ എല്ലാത്തിലും ഞാൻ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴായാലും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ഈ ഭവനം വെക്കുന്നത് തന്നെ ഒത്തിരി സമയവും അച്ഛൻ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ തന്നെ നോക്കി നിന്ന് ഇതെല്ലാം ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പം അങ്ങനെയൊക്കെ കർത്താവ് എനിക്ക് ഒത്തിരി ശക്തി തന്നിട്ടുണ്ട് അതിലൂടെ. അങ്ങനെയൊക്കെ ആണ് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നത്. ഇവരെല്ലാവരും പ്രെയർ ഗ്രൂപ്പിലെ അംഗങ്ങളാണല്ലേ? നിങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ നിങ്ങൾ വളരെ കാലമായിട്ട് ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ഒക്കെ എത്രമാത്രം ഉറപ്പിക്കാൻ പറ്റി, അല്ലെ വളരാൻ സാധിച്ചു? 37 വർഷമായി ഞങ്ങൾ ഈ കൂട്ടായ്മയിലുണ്ട്. ജെയിംസ് അച്ഛൻ കടന്നു വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒത്തിരി ആത്മീയമായി ഞങ്ങൾ ഒരുക്കി, വചനങ്ങളിലെല്ലാം വിവർത്തനങ്ങൾ തന്ന് ഞങ്ങളെ ഒത്തിരി വളർത്തുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ വചനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കണമെന്നുള്ളതും ഓരോ കുറവുകളും ഞങ്ങളിലുള്ളത് അത് നികത്തണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഓരോ ഞായറാഴ്ചകളിലും ഞങ്ങൾ തീക്ഷ്ണതയോട് വരും ജെയിംസ് അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് തന്നെ. ഞാനൊരു 15 വർഷത്തോളം ഈ കൂട്ടായ്മയിൽ മുടങ്ങാതെ പോകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ പല സന്ദർഭങ്ങളിലും ഞാൻ വീണു പോകും അല്ലെങ്കിൽ വീണു പോയി എന്ന് ഞാൻ ചിന്തിച്ച് വേദനിച്ച നിമിഷങ്ങളിലെല്ലാം ഒരപ്പൻ്റെ സ്നേഹം, ഒരു സഹോദരൻ്റെ സ്നേഹം തന്ന് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഒരു വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ജെയിംസ് അച്ഛൻ. എൻ്റെ എല്ലാ ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് നല്ലൊരു ശതമാനം പങ്ക് ജെയിംസ് അച്ഛൻ്റെ ഉണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും ഫോൺ ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും, ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ സങ്കടമാണോ സന്തോഷമാണോ എല്ലാം അന്വേഷിക്കുവാനും ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഒരപ്പനെ പോലെ ശ്രദ്ധാലുവാണ്. ആദ്യമായി ദൈവത്തിന് നന്ദി പറയുകയാണ്. ത്രിത്വൈക ദൈവനാമത്തിൻ്റെ കൂട്ടായ്മയിൽ പ്രത്യേകിച്ചും ആദ്യമായി ഞങ്ങൾ ധ്യാനം കൂടിയത് ഡിവൈൻ ധ്യാന മന്ദിരത്തിലാണ്. അത് 28 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു. അന്ന് ആദ്യമായി ധ്യാനം കൂടാൻ ഡിവൈൻ മന്ദിരത്തിലാണ് യേശു കടത്തി കൊണ്ടുവന്നത്. അവിടെ നിന്ന് ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തി. പ്രത്യേകമായും ജെയിംസ് അച്ചായൻ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ ആ വചനത്തിൻ്റെ ആഴങ്ങൾ, അതായത് ഞങ്ങൾ അപ്പം അത് തരണേ ഇത് തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ചായൻ വചനത്തിലൂടെ പറയും, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങളത് വേണം ഇത് വേണമെന്ന് പറയേണ്ട, പക്വതയുള്ളവരായി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, അതേ ബോധ്യങ്ങളിലൂടെ പ്രബോധകരായി പ്രവാചക ദൗത്യവുമായി ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മകളിൽ കൂടുതൽ ശക്തിപ്പെടുവാൻ ഓരോ ഞായറാഴ്ചത്തെ ആ വചനത്തിൻ്റെ കൃപ, ആ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകിയ ചാനലിലൂടെ ദൈവപിതാവിൻ്റെ സ്നേഹം അമ്മയായും അപ്പനായും കൂട്ടുകാരനായും സഹോദരനായും ആ ചാനലിലൂടെ തരികയും ഇന്നും
അവസാനം വരെയും ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നന്ദി പറയുന്നു. ഞാൻ മറന്ന ദൈവമെന്നെ കാത്തിടുന്നു കരുതലോടെ. ഞാൻ അകന്ന നേരമെന്നെ കാത്തിരുന്നു കരുണയോടെ. ജീവനോളം സ്നേഹമേകി കൂടെ വന്നു എൻ്റെ ദൈവം. ജീവനോളം സ്നേഹമേകി കൂടെ വന്നു എൻ്റെ ദൈവം. കൂട്ടിരുന്നു ദൈവസ്നേഹം. ഞാൻ മറന്ന ദൈവമെന്നെ കാത്തിടുന്നു കരുതലോടെ. ഞാൻ അകന്ന നേരമെന്നെ കാത്തിരുന്നു കരുണയോടെ. വഴിക്കണ്ണുമായി കനിവുള്ള ദൈവം ഹൃദയ കവാടം തുറന്നെനിക്കായി. വഴിക്കണ്ണുമായി കനിവുള്ള ദൈവം ഹൃദയ കവാടം തുറന്നെനിക്കായി. കുറവൊന്നും കാണാതെ നെഞ്ചോരം ചേർത്തെൻ്റെ നിറമിഴിക്കവിളിൽ ഉമ്മ നൽകി. കുറവൊന്നും കാണാതെ നെഞ്ചോരം ചേർത്തെൻ്റെ നിറമിഴിക്കവിളിൽ ഉമ്മ നൽകി. സ്വർഗസ്ഥനായ എൻ പിതാവ്, ഞാൻ മറന്ന ദൈവമെന്നെ കാത്തിടുന്നു കരുതലോടെ. ഞാൻ അകന്ന നേരമെന്നെ കാത്തിരുന്നു കരുണയോടെ. ജിംചേട്ടാ, ഒത്തിരി സന്തോഷമുണ്ട് എന്നിവിടെ ആയിരിക്കുന്നതിൽ. ഒന്ന് ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോഴും അതുപോലെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ആ അനുഭവത്തെ മറ്റുള്ളവർ അറിയണമെന്നും അനുഭവിക്കണമെന്നുള്ള ആ ഉത്തരവാദിത്വ ബോധം ജിംചേട്ടൻ്റെ, പ്രത്യേകിച്ച് അത് കുടുംബത്തിൽ എല്ലാവർക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുക്കിയ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. അതോടൊപ്പം ചേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. നാം ഈ സമയം ഇത്രയും ബ്രദർ ജെയിംസ് ഫെർണാണ്ടസിനെ ശ്രവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം സൗജന്യമായി നൽകിയ ആ കൃപയെ എത്രമാത്രം ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് സ്വീകരിച്ച് അത് മറ്റുള്ളവരിലേക്ക് ഒരു അഭിഷേകമായി, ഒരു അനുഗ്രഹമായി പകർന്നു കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.